വിഘടനവാദവും ദേശീയവാദവും തമ്മിലുള്ള പോരാട്ടമാണ് യഥാർത്ഥത്തിൽ 2026 കേരള നിയമസഭാ തെരഞ്ഞെടുപ്പ്. അപ്പോൾ ആളുകൾ ചോദിക്കും, ഇതെന്താ ജനറൽ ഇലക്ഷൻ വല്ലതുമാണോ? പക്ഷേ കേരളത്തിലെ ജനങ്ങൾ തീർച്ചയായിട്ടും ചിന്തിക്കാൻ പോകുന്നത്, അവർ പ്രബുദ്ധരാണെങ്കിൽ, ആരാണ് വിഘടനവാദം ഇവിടെ പ്രചരിപ്പിക്കുന്നത്, ആരാണ് ഇവിടെ ദേശീയതയ്ക്കൊപ്പം നിൽക്കുന്നത്? ഈ ചിന്ത തീർച്ചയായിട്ടും വോട്ടർമാരുടെ ഇടയിൽ രൂപപ്പെട്ടിട്ടുണ്ട്. അതനുസരിച്ചിട്ടായിരിക്കും ഇത്തവണത്തെ വിധി 2026 മെയ് 9 വിധി വരാൻ വേണ്ടി പോകുന്നത്. ഈ നാട്ടിൽ വളരെ മികച്ച രീതിയിൽ വെറുപ്പ് പ്രചരിപ്പിക്കുന്ന ഫാസിസ്റ്റ് ആയിട്ടുള്ള പാർട്ടിക്ക് വോട്ടില്ല എന്ന് കൃത്യമായിട്ടും ജനം പറയുന്നുണ്ട് അവരുടെ ഉള്ളിൽ. സത്യമല്ലേ? അതിൻ്റെ കാരണം ഒറ്റയടിക്ക് പറഞ്ഞാൽ, വിഷം ഉൽപ്പാദിപ്പിക്കാതെ ജീവിക്കാൻ പറ്റില്ല. മൂർഖം പാമ്പിന് ജീവിക്കാൻ പറ്റും. വിഷം ഉൽപ്പാദിപ്പിക്കാതെ മൂർഖം പാമ്പിന് ജീവിക്കാൻ പറ്റില്ല. അതുപോലെ തന്നെ വെറുപ്പ് ഉൽപ്പാദിപ്പിക്കാതെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് നിലനിൽപ്പില്ല. വർഗസമരം, ഒത്തിരി വെറുപ്പിൻ്റെ 100 മാർഗങ്ങൾ അവർ കണ്ടെത്തും. ഇന്ത്യയിലാണ് ജാതി കണ്ടെത്തും, മതം കണ്ടെത്തും, വർഗസമരം കണ്ടെത്തും, ഭൂരിഷ്കരണം, ഭൂമി ഇല്ലാത്തവൻ്റെ പ്രശ്നം, ഇതെല്ലാം വെറുപ്പ് ഉൽപ്പാദിപ്പിക്കാൻ ഉപയോഗിക്കുക എന്നുള്ളതല്ലാതെ അത് പരിഹരിക്കാനുള്ള ആത്മാർത്ഥമായ ശ്രമങ്ങൾ ഇവരുടെ ഭാഗം ഉണ്ടാവില്ല. അത് തുടക്കത്തിൽ തന്നെ പറയാം. ഇപ്പോൾ ഇവർ പറയുന്ന ഏറ്റവും വെറുപ്പ് ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടി ഇവർ ഉപയോഗിക്കുന്ന വാക്കേതെന്നറിയോ? തന്ത്രപരമായ വാക്കുകൾ. മതേതരത്വം, എല്ലാവരും ഒന്ന് മോഹിപ്പിക്കടാ, എല്ലാവരും ഒരുപോലെ, മനുഷ്യരെല്ലാം ഒരുപോലെ. ഈ വാക്ക് തന്നെ സമൂഹത്തിൽ വെറുപ്പ് ഉൽപ്പാദിപ്പിക്കാനും ഉപയോഗിക്കാം. വെറുപ്പ് ഉൽപ്പാദിപ്പിച്ചതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് CPM നേതാവായിട്ടുള്ള AK ബാലൻ. AK ബാലൻ പറഞ്ഞത് എന്താ? കൃത്യമായിട്ട് അദ്ദേഹം പറഞ്ഞത് വർഗീയതയാണ്. പച്ചയായ വർഗീയത പറഞ്ഞുകൊണ്ട് എങ്ങനെ അധികാരത്തിൽ വരാമെന്നാണ് ആഗ്രഹിച്ചത്. അതിൻ്റെ ഭാഗമായിട്ട് രൂപപ്പെട്ടതാണ് അത്തരം വാക്കുകളൊക്കെ. UDF അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ ജമാഅത്തി ആയിരിക്കും ആഭ്യന്തരം കൈകാര്യം ചെയ്യുക. കഴിഞ്ഞ ദിവസം അഭിലാഷ് മോഹനൻ സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള ഗോവിന്ദൻ മാഷിനോട് ഈ കാര്യം ചോദിച്ചു. ബബ്ബെ അടിക്കുകയായിരുന്നു അദ്ദേഹം. ബബ്ബെ അടിക്കുകയായിരുന്നു. ജമാഅത്തി എങ്ങനെയാണ്, അവർ മുന്നണിയിൽ പോലും ഇല്ലല്ലോ, അവരൊരു വലിയൊരു ശക്തി പോലും അല്ല, അവർക്ക് എങ്ങനെയാണ് ആഭ്യന്തരം കൈകാര്യം ചെയ്യുക? ഇത്തരത്തിലുള്ളൊരു പ്രസ്താവന AK ബാലൻ നടത്തുന്നത് എന്തിൻ്റെ പുറത്താണ്? അപ്പം ഇവർ പറയാൻ ശ്രമിക്കുന്നത്, ഇത് AK ബാലന് നടത്താം. AK ബാലന് ഇത്തരത്തിലുള്ള മുസ്ലിം വിരുദ്ധ പരാമർശങ്ങൾ കൃത്യമായിട്ട് നടത്താം. ഈ വിപ്ലവ സിംഹങ്ങൾ ഉണ്ടല്ലോ, മതേതരത്വത്തിന്റെ വിപ്ലവ സിംഹങ്ങൾ, AK ബാലൻ, കമ്മ്യൂണിസ്റ്റ് നേതാവായിട്ടുള്ള AK ബാലൻ ഇത്തരത്തിലുള്ളൊരു പ്രസ്താവന നടത്തി കഴിഞ്ഞാൽ ഓച്ചാനിച്ച് നിൽക്കും. ഒന്നും മിണ്ടാതെ ഓച്ചാനിച്ച് നിൽക്കും. നേരെ മറിച്ച് ഏതെങ്കിലും BJP-കാരനാണോ, BJP നേതാവാണോ ഈ കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്നിപ്പോൾ കേരളം ഇന്ന് കത്തും. AK ബാലന് പക്ഷേ ഇത് പറയാം. കാരണം എന്താ? വിപ്ലവ സിംഹങ്ങൾ ഓച്ചാനിച്ച് നിൽക്കും. പറഞ്ഞതാരാ? കമ്മ്യൂണിസ്റ്റ് നേതാവാ. ഒന്നും മിണ്ടാൻ പറ്റില്ല. പിന്നെ ബാലനെ കൊണ്ടൊന്ന് നിർത്തുന്നു. പിണറായി വിജയനെ തന്നെ മാറ്റി നിർത്തി നോക്കി 3 സന്ദർഭങ്ങൾ പറയാം പിണറായി വിജയൻ്റെ ഇതുപോലെ കാപട്യം നിറഞ്ഞ നിലപാട്. പിണറായി വിജയൻ ശബരിമല യുവതി പ്രവേശനത്തിന് എന്താ എടുത്തേ? പെണ്ണുങ്ങളെ സുപ്രീം കോടതി കൊണ്ട് കയറ്റണം. വനം കൈകയറെന്ന് പറഞ്ഞ വേറൊരു നിയമമുണ്ട്. വനം കൈകയറി വാഗമണ്ണി കുരിശ് സ്ഥാപിച്ചപ്പോൾ പിണറായി വിജയൻ എന്താ നിലപാടെടുത്ത്? ഇത് കുരിശാണ്, ഇത് മാറ്റരുത്. ഇത് രണ്ടും പറയും. ഇതേ വിജയൻ തന്നെ ഇപ്പം അത് കുരിശ് മാറ്റണമെന്നും ശബരിമല കയറ്റാൻ പാടില്ലെന്ന് നേരെ തിരിച്ചും പറയുന്നുണ്ട്. അപ്പോൾ എങ്ങനെ സ്പർദ്ധ ഉണ്ടാക്കാമെന്ന് ഗവേഷണം നടത്തുന്നവരവർ. മധ്യപ്രദേശിൽ ബീഫ് കൈകാര്യം ചെയ്യുന്ന ഒരാളെ തല്ലിക്കൊന്നു. ബീഫ് ഫെസ്റ്റിവൽ നടത്തി ഇവിടെയാണ് നടത്തുന്നത്, അവിടെയാണ് നടത്തേണ്ടത്. കോഴിക്കോട് നടത്തിയ വേറെ ആരും ഇവർ ഉപദ്രവിക്കാൻ ചെല്ലിയാലെന്ന് അവർക്കറിയാം. മധ്യപ്രദേശിൽ പോയി നടത്തിയാല ഞാൻ അടി കിട്ടും. അപ്പോൾ ഇങ്ങനെ കിട്ടുന്ന അവസരങ്ങളിലെല്ലാം ജനങ്ങൾ തമ്മിലുള്ള സ്പർദ്ധ വളർത്താൻ അല്ല ഉണ്ടാക്കാൻ വേണ്ടി, ജനങ്ങൾക്കിടയിൽ എങ്ങനെ കലാപം ഉണ്ടാക്കാം, അതിന് ഗവേഷണം നടത്തുന്നവരവർ. ഏത് അവസരം കിട്ടിയാലും. ഇപ്പം ഇവിടെ ഈ മൊണാലിസ ഉണ്ടല്ലോ, കുംഭമേളയെ താരമായിട്ടുള്ള, ഇപ്പം അവരുടെ യഥാർത്ഥത്തിലുള്ള വാർത്ത പുറത്തു വന്നിരിക്കുന്നത് ഈ പെൺകുട്ടിക്ക് 18 വയസ്സിൽ താഴെ മാത്രമേ പ്രായമുള്ളൂ. 16 എന്തോ അത്രേ വയസ്സുണ്ടായിരുന്നു എന്നുള്ളതാണ്. കേസെടുക്കാനായിട്ട് UP പോലീസ് ഇങ്ങോട്ടേക്ക് ഇറങ്ങി തിരിച്ചിട്ടെന്നാണ് അറിയാൻ കഴിയുന്നത്. എന്തിനാണ് ഈ സാധനം? ഇത് മതേതരത്വം പ്രചരിപ്പിക്കാനാണോ ഇവർ ഈ പരിപാടി ചെയ്യുന്നത്? അല്ല, വെറുപ്പ് ഉൽപ്പാദിപ്പിക്കുക.
സമൂഹത്തിന്റെ മനസ്സിൽ വെറുപ്പ് ഉൽപ്പാദിപ്പിച്ചിട്ട് എങ്ങനെ അധികാരത്തിൽ വരാം എന്നതിന്റെ ക്ലാസിക് ഉദാഹരണമാണ് ഈ മൊണാലിസ പോലത്തെ വിഷയങ്ങൾ. ഈ മൊണാലിസയുടെ വിവാഹം നടത്തിക്കൊടുക്കാൻ, പ്രായപൂർത്തിയാകുന്നതിന് മുമ്പ് വിവാഹം നടത്തിക്കൊടുക്കാൻ ആ മാർക്സിസ്റ്റ് പാർട്ടി തീരുമാനിക്കുമ്പോൾ ഒരു പഴയ സംഭവം കൂടി ഓർക്കും നല്ലതാണ്, CPM-കാർ ഓർക്കും നല്ലതാണ്. ഇവിടെ MP ഗംഗാധരൻ എന്ന് പറഞ്ഞൊരു മന്ത്രി ഉണ്ടായിരുന്നു, നിലമ്പൂർ ജീവിച്ചോട്ടിരുന്ന ആളാണ്, നിലമ്പൂർ എന്നുള്ള ഇറിഗേഷൻ മന്ത്രിയായിരുന്നു. ഇദ്ദേഹത്തിൻ്റെ മകളുടെ കല്യാണം 16 കഴിഞ്ഞ ഉടനെ നടത്തി. അതിൻ്റെ പേരിൽ അദ്ദേഹത്തിന് മന്ത്രിസ്ഥാനം നഷ്ടപ്പെട്ടു, നിയമം ലംഘിച്ചു എന്നുള്ള ആരോപണത്തിൻ്റെ പേരിൽ. അന്ന് അദ്ദേഹത്തിനെതിരായി കലാപക്കൊടി ഉയർത്തിയതിലെ പ്രധാന നേതാക്കൾ ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് നേതാക്കളാണ്. പ്രായപൂർത്തിയാകാത്ത പെണ്ണിനെ കെട്ടിച്ചയച്ചു എന്നും പറഞ്ഞാണ്. ഇവിടെ ഇതിന് കാർമ്മികത്വം നിന്ന ഗോവിന്ദൻ മാസ്റ്ററും റഹീമിനെയും പറ്റി എന്ത് പറയാൻ പറ്റും? അവരുടെയൊക്കെ സ്ഥാനത്തിന് എന്തെങ്കിലും കുറവുണ്ടോ? ഇവർ തന്നെയാണ് മറ്റൊരു പ്രശ്നം ഉണ്ടാക്കിയത്. ഗംഗാധരനെ പുറത്താക്കണം എന്ന് പറഞ്ഞ് പ്രശ്നം ഉണ്ടാക്കിയ അതേ ആൾക്കാർ തന്നെയാണ് ഇവിടെ ഭരണമാല്യം എടുത്തു കൊടുക്കുന്നത് ആ മൊണാലിസയ്ക്ക് വേണ്ടിയിട്ട്. എങ്ങനെ ഇരിക്കും? അതെ, ഈ CPM-ൻ്റെ നിലപാട് എന്ന് പറഞ്ഞാൽ എവിടെയെങ്കിലും നമ്മളെന്താ പറയുന്നത്, കുറുകൻ ആട്ടുമുട്ടൻ ഇടികൂടി ചോര ആ തുള്ളിക്ക് നോക്കി നിൽക്കുന്ന പോലെ ഹിന്ദുവും ക്രിസ്ത്യാനിയും തമ്മിൽ, അല്ലെങ്കിൽ ഹിന്ദുവും മുസ്ലിമും തമ്മിൽ അടിച്ച് തല്ലിപ്പിരിഞ്ഞ് അവരുടെ ചോര വീഴുന്നത് അത് നക്കാൻ ആക്കി കുടിക്കാൻ ആ രൗദ്രഭാവം കൊണ്ട് നിൽക്കുന്ന ഒരു വിഭാഗമായിട്ട് ഒരു മാറി. യോജിപ്പിക്കാനല്ല, എവിടെയെങ്കിലും യോജിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ? നിങ്ങളെ സംരക്ഷിക്കുന്ന പറഞ്ഞത്. നിങ്ങളെന്ന് പറഞ്ഞാൽ മൊത്തം ഹിന്ദുവിനെയും ക്രിസ്ത്യാനിയല്ല, ഹിന്ദുവിനെയും മുസ്ലിമിനെയല്ല, മുസ്ലിങ്ങളെ ഞങ്ങൾ സംരക്ഷിക്കും. എന്നാൽ മൊത്തം കോഴിക്കോട് കലാപം ഉണ്ടാക്കാൻ സമ്മതിക്കില്ലെന്നാണ് പറയേണ്ടത്. അല്ലെങ്കിൽ മലപ്പുറത്ത് കലാപം ഉണ്ടാക്കാൻ ആരാണല്ലോ സമ്മതിക്കില്ലെന്ന് പറഞ്ഞതിന് പകരം നിങ്ങളെ ആരും ഇവിടെ ആക്രമിക്കുകയില്ല. ആരാ മുസ്ലിങ്ങളോട് പറയാം, 90% മുസ്ലിങ്ങളോട് സത്യമെന്ന് പറയാം, നിങ്ങളെവിടെയാണ്, ഞങ്ങൾ സംരക്ഷിക്കും. അതിൻ്റെ അർത്ഥം എന്താ? നിങ്ങളെ ആരാണ്ട് ആക്രമിക്കാൻ വരുന്നുണ്ടെന്നും ഞങ്ങളെ രക്ഷിച്ചില്ല, നിങ്ങളെ തല്ലിക്കൊല്ലുമെന്നും പറഞ്ഞു. ഇവരെവിടെയുണ്ട് രക്ഷിക്കാൻ? ഇന്ത്യ മഹാരാജ എടുത്ത് മുസ്ലിങ്ങളെ രക്ഷിക്കാൻ മാർക്സിസ്റ്റ് പാർട്ടി ആരാ? ഒരു കേരള കോൺഗ്രസിൻ്റെ വലിപ്പം പോലും ഉണ്ടോ? ഈ ഇലക്ഷൻ കഴിഞ്ഞാൽ അതുകൂടെ പോകും. ആ മാർക്സിസ്റ്റ് പാർട്ടിക്കാരൻ പറയുന്നത് മുസ്ലിംസിനെ ഇന്ത്യയിൽ അവിടെ 80 കോടി കിടക്കുന്ന ഹിന്ദുക്കൾ ഇവിടുത്തെ മുസ്ലിങ്ങളെ തമ്മിൽ തല്ലിക്കൊല്ലാൻ വന്നാൽ ഞങ്ങൾ രക്ഷിക്കുന്ന ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാരൻ പറഞ്ഞത് എങ്ങനെ വിശ്വസിക്കാൻ പറ്റും? ആ കാഴ്ചപ്പാട് മാറ്റാത്തിടത്തോളം കാലം നമ്മൾ എന്തെല്ലാം അവകാശപ്പെട്ടാലും ഇതാകുകയില്ല. ഞാൻ പറഞ്ഞേ, ഏറ്റവും പ്രകടമായി കാണുന്ന കേസാണ് ഇത്. ഗംഗാധരൻ്റെ മകളെ കെട്ടിക്കാൻ നേരത്ത് ഗംഗാധരൻ രാജിവെക്കണം എന്ന് പറഞ്ഞ് ഇവിടെ അലറി വിളിച്ച് നടന്നവരവർ. അതേ ഇവർ തന്നെയാണ് മൊണാലിസയുടെ കല്യാണം പുരോഗമനപരമാണ്, വിപ്ലവാത്മകമാണ് എന്നും പറഞ്ഞ് ആ കല്യാണം നടത്താൻ നിർബന്ധിക്കുന്നു. രണ്ടും കൂടെ എങ്ങനെ ശരിപ്പെടുത്തപ്പെടും? ഇത്തരം വൈരുദ്ധ്യങ്ങൾ CPM-ൽ ഒത്തിരിയുണ്ട്. ഇപ്പോൾ നമ്മൾ ചർച്ചയ്ക്കൊക്കെ പോകുമ്പോൾ ചിലർ മതേതരത്വത്തെക്കുറിച്ച് ചോദിക്കും. ഞങ്ങൾ ആദ്യം തന്നെ ചോദ്യത്തിന് ഉത്തരം പറയാം. അപ്പോൾ ഞാൻ എൻ്റെ മറുപടി എന്ന് പറയുന്ന തിരിച്ചൊറ്റ ചോദ്യം കേൾക്കുള്ളൂ. കാശ്മീരിൽ പണ്ഡിറ്റുകൾ എന്ന് പറഞ്ഞൊരു വിഭാഗം ഉണ്ടായിരുന്നു, ബ്രാഹ്മിൻസായിട്ട് പണ്ഡിറ്റുകൾ എന്ന് പറഞ്ഞൊരു വിഭാഗം ഉണ്ടായിരുന്നു. അവർക്ക് എന്ത് സംഭവിച്ചു? അവരെ അവിടെ നിന്ന് പറഞ്ഞു വിടുമ്പോൾ മതേതരം പറയുന്ന നേതാക്കന്മാർ എവിടെയായിരുന്നു? പ്രതിഷേധിക്കെങ്കിലും ചെയ്യാമല്ലോ, തടയാൻ പറ്റിയില്ലെങ്കിൽ അവരെ തല്ലി പിടിക്കുകയത്. അവർക്കവിടെ കോളനി ഉണ്ടായി, അവിടെയാണ് ആദ്യം ജനസംഘം ഉണ്ടാകുന്നത്. BJP വളരുന്ന അവിടെയാണ്. അവിടുന്ന് പുറത്താക്കപ്പെട്ട അഭയാർത്ഥികളായി വന്ന് ഡൽഹി താമസിച്ചവരാണ്. ആ ഭാഗങ്ങളിലായിരുന്നു BJP ഉണ്ടായത്, ശക്തിപ്പെട്ടത്. അതുതന്നെയാണ് ഇവിടെ സംഭവിക്കുന്നത്. ഇപ്പോൾ ഇവർക്കിവിടെ ആവശ്യം ഒന്ന്, സുഹൃത്തെ കരുതുക, ഇത് CPM-ൻ്റെ ആവശ്യം ലീഗിനെ സഹായിക്കുക, മുസ്ലിങ്ങളെ സഹായിക്കുക അല്ല. തൻ്റെ മകളുടെ കേസിൽ നിന്ന് രക്ഷപ്പെടുത്താമെന്ന് മോഡി വാഗ്ദാനം ചെയ്തിട്ടുണ്ടെങ്കിൽ, അമിത്ഷാ വാഗ്ദാനം ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ പറയുന്ന കേൾക്കുക എന്നുള്ളതാണ് അവരുടെ ആവശ്യം. BJPക്ക് ശക്തിപ്പെടാനുള്ള പഴുതുകൾ ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ്. ആ പഴുതുകൾ ഉണ്ടാക്കി കൊടുക്കുന്നത് സാമാന്യം മോശമല്ലാത്ത രീതിയിൽ പിണറായി വിജയൻ ശ്രമിക്കുന്നു ആണ് എൻ്റെ ഈ രീതിയിലുള്ള എൻ്റെ ആർഗ്യുമെൻറ്റ്. എന്നെയും താങ്കളെയും അല്ലെ പുറത്ത് നമുക്ക് നിൽക്കുന്ന മറ്റുള്ളവരെയും പരസ്പരം ആയുധമെടുക്കാൻ, അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിൽ തല്ലാൻ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു തത്വശാസ്ത്രം, ഒരു പ്രത്യേക ശാസ്ത്രം. തത്വശാസ്ത്രം എന്ന് പറയാൻ പറ്റില്ല, തത്വം എന്നുള്ള വാക്കുപോലും അവിടെ ഉപയോഗിക്കാൻ പറ്റില്ല. ഒരു കാടൻ ചിന്ത, ഭ്രാന്തമായ ചിന്ത, കാടൻ ചിന്തയും പോലെ ഭ്രാന്തമായ ചിന്ത. ഈ ഭ്രാന്തിളകി നടക്കുന്നവരുടെ ബൗദ്ധിക മണ്ഡലത്തിൽ നിന്ന് ഭ്രമിക്കുന്ന വിഷം അത് സമൂഹത്തിൽ പടരില്ലേ? വളരെ വിഷമിച്ചുകൊണ്ട് കേരള സാഹിത്യ അക്കാദമി അധ്യക്ഷനായിട്ടുള്ള സച്ചിദാനന്ദ മാഷ് ഫേസ്ബുക്കിലൊരു കുറിപ്പൊക്കെ എഴുതുകയുണ്ടായി. അദ്ദേഹം ഒരു അഭിപ്രായം പങ്കുവച്ചു. വീണ്ടും CPM അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ കേരളത്തിലെ തുടർഭരണം ഇല്ലാതാകും, കേരളത്തിൽ ജനാധിപത്യം ഇല്ലാതാകും, അതുവഴി തുടർഭരണം അവസാനിക്കും എന്ന കാര്യമാണ് അദ്ദേഹം പറഞ്ഞത്. ഇതേ അഭിപ്രായം പങ്കുവെച്ചുകൊണ്ട് മറ്റ് പല ആളുകളും രംഗത്ത് വന്നു. ഇപ്പോൾ ഈ കൽപ്പറ്റ നാരായണ മാഷെ പോലെയൊക്കെ. ഇവർക്കൊക്കെ ജനങ്ങൾക്കിടയിൽ എത്രമാത്രം സ്വാധീനമുണ്ട് എന്നുള്ളതൊരു വിഷയമല്ല, ഇവർ പറഞ്ഞ കാര്യത്തിന് പ്രസക്തിയുണ്ടോ എന്നുള്ളത് മാത്രമാണ് ചോദ്യം.
മുരുകൻ കാട്ടാക്കടയെ പോലുള്ള ആളുകൾ ഒബ്ജക്റ്റ് ചെയ്തുകൊണ്ട് വന്നു. അങ്ങനെയുള്ള സൈബർ വിങ്ങിലടക്കം സൈബർ ഗ്രൂപ്പുകളിലടക്കം വലിയ ആക്രമണങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്. ഇവരൊക്കെ ഇത് പങ്കുവെക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള വെറുപ്പ് പ്രചരിപ്പിക്കുന്ന ഒരു വലിയ വിഷയം അതിലുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാലും വെറുപ്പിന് നമ്മൾ ഇത്തവണ വോട്ട് കുത്തില്ല എന്ന് കേരളത്തിലെ ജനം ചിന്തിക്കണം. വെറുപ്പിന് നമ്മൾ ഇത്തവണ വോട്ട് കുത്തില്ല എന്ന് ജനങ്ങൾ തീരുമാനിക്കണം എന്ന ഒരു സ്റ്റേറ്റ്മെൻ്റാണ് ഈ സച്ചിദാനന്ദ മാഷ് അടക്കം കൃത്യമായിട്ട് പച്ചയ്ക്ക് വന്നിട്ട് പറഞ്ഞത്. അപ്പോൾ ആരെ ഉദ്ദേശിച്ചാണ് അത് പറഞ്ഞത് വ്യക്തമാണല്ലോ. ആരാണ് ഈ നാട്ടിൽ വെറുപ്പ് പ്രചരിപ്പിക്കുന്നത്? ഇപ്പം നമ്മളെ സോഷ്യൽ മീഡിയയിലൊക്കെ നിരവധി പ്രചരണങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. VD സതീശനെതിരെ, അതേപോലുള്ള മറ്റ് കോൺഗ്രസ് നേതാക്കൾക്കെതിരെ, സന്ദീപ് വാര്യറിനെതിരെ ഒക്കെ. യഥാർത്ഥത്തിൽ ഇവരെ ഞാൻ അഭിനന്ദിക്കുന്ന ഒരു കാര്യമുണ്ട്. കാരണം അതിമോശമായ ഒട്ടും നിലവാരമില്ലാത്ത രീതിയിൽ ഒരാളെ ആക്ഷേപിക്കാനും വെറുപ്പ് നടത്തി അയാളെ ഇല്ലാതാക്കാനും ഇവരെ കഴിഞ്ഞിട്ടേ ബാക്കി ആരുമുള്ളൂ എന്നുള്ളതാണ്. അതിമനോഹരമായിട്ട് ഇവർക്കത് ചെയ്യാനുള്ള കെൽപ്പ്, ആ കരുത്തുണ്ടല്ലോ, അത് തീർച്ചയായിട്ടും ഉണ്ട്. ആ കരുത്തിന് മുമ്പിലാണ്, ആ വിഷാംശം നിറഞ്ഞ ആ കരുത്തിന് മുമ്പിലാണ് ഉമ്മൻചാണ്ടി കീഴ്പ്പെട്ടു പോയത്. ഉമ്മൻചാണ്ടിയെ ഇല്ലാതാക്കിയത് ഈ വിഷമാണ്, ഈ വിഷാംശം നിറഞ്ഞ കരുത്താണ്. അപ്പം ആ കരുത്തിന് നിങ്ങൾ, ആ വിഷാംശം നിറഞ്ഞ ആ കരുത്തുണ്ടല്ലോ, ആ കരുത്തിനാണോ നിങ്ങൾ ഇത്തവണ വോട്ട് ചെയ്യുക എന്നാണ്, ഇന്ന് വോട്ട് ചെയ്യണമോ എന്നാണ് ഈ സാഹിത്യ അക്കാദമി ചെയർമാനായിട്ടുള്ള സച്ചിദാനന്ദൻ പോലും നമ്മളെ കൊണ്ട് ചോദിപ്പിക്കുന്ന കാര്യം. ഞാനതിനെ CPIയിൽ നിന്നും കാലുമാറി കോൺഗ്രസ്സിൽ വന്നൊരു വനിതാ നേതാവിൻ്റെ സംസാരം കൊട്ടേഷനായിട്ട് എടുത്തുണ്ട്, ഫേസ്ബുക്ക് പോസ്റ്റ് കൊട്ടേഷനായിട്ട് എടുത്തുകൊണ്ട് പറയാം. ശ്രീനാദേവി കുഞ്ഞമ്മ അവർ ഇങ്ങനെ തുടർച്ചയായിട്ട് രാഹുൽ മാങ്കൂട്ടത്തെ അനുകൂലിച്ച ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഇട്ടു. വേറെ ഒത്തിരി കാര്യങ്ങൾ CPM-നെതിരായിട്ട്, കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്കെതിരായ സ്റ്റേറ്റ്മെൻറ്റ് ഇട്ടു. ഉടനെ അവരൊക്കെ എതിരായിട്ടൊരു ഇതാണ്, നീ എവിടുത്തെ കുഞ്ഞമ്മയാണ്, നീ എങ്ങനെയാണ് കുഞ്ഞമ്മയായത്, നീ കമ്മ്യൂണിസ്റ്റുകാരെയായിരുന്നെങ്കിൽ പണ്ടേ നീ കുഞ്ഞമ്മ എന്നുള്ള പേര് മാറ്റിയിട്ടാണ് ഒത്തിരി നിന്നാരാ കുഞ്ഞമ്മ എന്ന് വിളിക്കാൻ പോകുന്നതൊക്കെ വളരെ ഫൽസിച്ചുകൊണ്ട് അവരുടെ മെൻ്റൽ ടോർച്ചറിന് അത് ഭയങ്കര ഹൈ ഡിഗ്രിയാണ്. പക്ഷെ അവർ നല്ല തൻ്റെയുള്ള സ്ത്രീയായിരുന്നു. അപ്പോൾ കുഞ്ഞമ്മ എന്നുള്ള പേരിട്ടതാണ് പ്രശ്നമെങ്കിൽ, എനിക്ക് തന്തയില്ലാത്തതുകൊണ്ടാണ് നീ കുഞ്ഞമ്മ അമ്മയുടെ പേരിട്ട്, അല്ല അച്ഛൻ്റെ പേരല്ല വെക്കാറ്, ആ രീതിയിൽ എഴുതി അവരിട്ട മറുപടി. ഇത് എഴുതിയ സന്തോഷ് കരിപ്പുറ എന്ന് പറഞ്ഞൊരു CPM-ൻ്റെ പ്രവർത്തകനാണ് ഇത് ഫേസ്ബുക്ക് ചെയ്തത്. അപ്പോൾ കരിപ്പുറ എന്ന് പറഞ്ഞ സ്ഥലത്തിൻ്റെ പേരാണ്. അപ്പോൾ ഉടനെ ഇവർ മറുപടി എഴുതിയത്, പ്രിയപ്പെട്ട സഖാവേ, താങ്കൾ ഈ കരിപ്പുറ എന്നുള്ള താങ്കളുടെ പഞ്ചായത്തിൻ്റെ പേര് ഉപയോഗിച്ചത് ആ നാട്ടിലുള്ളവർ മുഴുവൻ താങ്കളുടെ തന്തയായതുകൊണ്ടായിരിക്കുമോ എന്നുള്ള കറക്റ്റ്. കുഞ്ഞമ്മ എന്ന് പറഞ്ഞാൽ അമ്മയുടെ പേരാണ് ഉദ്ദേശിച്ചിരിക്കുന്നതെങ്കിൽ ഈ പഞ്ചായത്തിൻ്റെ പേരിട്ടിരിക്കുന്ന പഞ്ചായത്തിലുള്ളവർ മുഴുവൻ നിൻ്റെ തന്തയായതുകൊണ്ടാണോ നീ ആ പേരിട്ടിരിക്കുന്നത് എന്നുള്ള ചോദ്യം ചോദിക്കാൻ ധൈര്യം കാണിച്ച സ്ത്രീയാണത്. പക്ഷേ ഏതെല്ലാം തരത്തിൽ അപമാനിക്കും എന്നുള്ളത്, അത് വർഗീയതയുടെ പേരിലാണേലും എന്തിൻ്റെ പേരും. നിങ്ങൾ ഹിന്ദു ആണെങ്കിൽ നിങ്ങൾ അമ്പലത്തിൽ ചന്ദനക്കുറിലോട്ട് അമ്പലത്തിൽ പോയി പ്രശ്നമാക്കും, നിഷ്കാര തഴമ്പ് കണ്ട പ്രശ്നമാക്കും. അത് അവർ സൗകര്യം പോലെയും. ഇപ്പോൾ ഹിന്ദുവിൻ്റെ ചന്ദനക്കുറിയാണ് പ്രശ്നമെങ്കിൽ വോട്ട് കിട്ടാൻ എളുപ്പം, മുസ്ലിമിൻ്റെ വോട്ട് കിട്ടാൻ എളുപ്പമെങ്കിൽ ചന്ദനക്കുറി പ്രശ്നം, ഹിന്ദുവിൻ്റെ വോട്ട് കിട്ടാൻ എളുപ്പമെങ്കിൽ നിഷ്കാര തഴമ്പ് പ്രശ്നം. ഇതാണ് CPM. അങ്ങനെയാണ് കലാപാർത്തിച്ച് കുറച്ച് ഉണ്ടാക്കി ഭിന്നിച്ച് പോവുകയാണ്. കാരണം ഒരു കാലത്തും, കാരണം അടിത്തട്ടിൽ തന്നെ ഇവർ പ്രോത്സാഹിപ്പിക്കുന്നത് വിഘടനവാദത്തെയാണോ? ഇന്ത്യ എന്നുള്ള രാജ്യം ഇവർക്ക് ഒറ്റയ്ക്ക് ഭരിക്കാൻ പറ്റിയാലെന്നറിയാം. കേരളം ഒരു ചെറിയ സ്റ്റേറ്റായിട്ട് കിട്ടിയാൽ ഭരിക്കാൻ പറ്റുമോ ഇല്ലയോ? ചിലപ്പോൾ പറ്റുമോ ഇല്ലയോ? അവർക്ക് എന്തെങ്കിലും പ്രതീക്ഷയുണ്ടോ കേരളം ഒരു ചെറിയ കുഞ്ഞ് സ്റ്റേറ്റായിട്ട് കിട്ടണം? അപ്പോൾ കേരളം ഒരു സ്റ്റേറ്റ്, തമിഴ്നാട് ഒരു സ്റ്റേറ്റ്, കർണാടക ഒരു സ്റ്റേറ്റ് ആണെങ്കിൽ ഒന്ന് പരീക്ഷിച്ച് നോക്കണം. ഇന്ത്യ മൊത്തം ഇവർക്ക് ഒരിക്കലും ഭരിക്കാൻ പറ്റിയില്ലെന്നും ആയുഷ്കാലം ഭരിക്കാൻ പറ്റില്ലെന്ന് ഇവർക്കറിയാം. കാലങ്ങൾ അങ്ങനെയാണ്. പുറകോട്ടാ വന്നിരുന്നത്. കോൺഗ്രസ് പോലെ എത്ര പുറകോട്ട് പോയാലും പല സ്റ്റേറ്റിലും കർണാടക, തെലുങ്കാനയൊക്കെ പുറകോട്ട് പോയിട്ട് മുമ്പോട്ടും വന്നിട്ടുണ്ട്. ഇപ്പോൾ പിന്നെയും പുറകോട്ടും പോയിട്ടുണ്ട്. ബംഗാളിലെ തൃണമൂൽ വന്നിട്ട് എത്ര നാളായി? ഒരു പെമ്പിള്ളയുടെ സാരിയുടെ തുമ്പത്ത് അടി കൊണ്ടപ്പോൾ ജ്യോതിബാസ് താഴെ വീടും, പിന്നെ പൊങ്ങിയിട്ടില്ല. അത്രയേ ഉള്ളൂ ഇവർ. കേരളത്തിൽ ഇപ്പോൾ എന്തായിരിക്കും സ്ഥിതി? തോറ്റുപോയാൽ ഇവൻ്റെ വിഘടനവാദ ഇത് ജനം തിരിച്ചറിഞ്ഞു. നിനക്ക് ഒന്നിനോടും ആത്മാർത്ഥതയില്ല. വളരെ മനസ്സ് തുറന്ന് ധൈര്യപൂർവ്വം സംസാരിക്കാൻ ഇവിടെയുള്ള എത്ര സാംസ്കാരിക പ്രവർത്തകർക്ക്, സിനിമാ സെലിബ്രിറ്റികൾക്ക് ധൈര്യമുണ്ട്. എന്തുകൊണ്ട് അവർക്ക് ആ ധൈര്യം കിട്ടുന്നില്ല?
ആ ധൈര്യം കിട്ടാത്തതിന്റെ പിന്നിൽ ഒരു കാരണമുണ്ട്. ആ കാരണം എന്താണ്? എന്നോട് ചോദിച്ച ഒറ്റ കാര്യം പറയുള്ളൂ, സംസ്കാരവും അവരുമായിട്ട് യാതൊരു ബന്ധവുമില്ല. അവരെ സാംസ്കാരിക പ്രവർത്തകരായിട്ട് കാണാൻ പറ്റില്ല. വെറും ഭീരുക്കളുടെ അടിമകളുടെ ഒരു കൂട്ടമായിട്ട് മാത്രം കാണും. അതിനപ്പുറത്തേക്ക് അവർ കാണാൻ പറ്റും, ബഹുമാനിക്കാൻ പറ്റില്ല നമുക്ക്. സാംസ്കാരിക പ്രവർത്തകനാണെങ്കിൽ സത്യം സമൂഹത്തോട് വിളിച്ചു പറയാൻ ചെറിയ ഉദാഹരണം, ഈ സെലക്റ്റീവായിട്ട് മാത്രം പെണ്ണെടുത്തിട്ട് കുഴലൂതുന്ന സാംസ്കാരിക പ്രവർത്തകരും വിപ്ലവ സിംഹങ്ങളൊക്കെ ഉണ്ടല്ലോ. ഈ ഗണേഷ് കുമാറിന്റെ വിഷയം വന്നപ്പോൾ അയാളെ ഭാര്യ എന്താണ് പറഞ്ഞത്? ഞാൻ നിവൃത്തികേട് കൊണ്ടാണ്, എന്നെ ആക്രമിക്കുമായിരുന്നു ഇയാൾ. ഇതുപോലത്തെ ഒരു നെറികെട്ടവനെ അല്ലെങ്കിൽ ഭാര്യയെ ആക്രമിക്കുന്ന, സ്ത്രീയോടൊട്ടും പരിഗണനാപൂർവമുള്ള പെരുമാറ്റം നടത്താത്ത ഒരാളെ ഈ മന്ത്രിസഭയിൽ എന്തിനാണ് പിണറായി വിജയൻ വെച്ച് പൊറുപ്പിക്കുന്നത് എന്ന് ചോദിക്കാൻ ഹണി ഭാസ്കർ ഉണ്ടായിട്ടുണ്ടോ? ഈ റിനി ആൻഡ് ജോർജ് ഉണ്ടായിട്ടുണ്ടോ? അല്ലെങ്കിൽ അങ്ങനെയുള്ള സ്ത്രീപക്ഷത്ത് നിൽക്കുന്നു എന്ന് പറയുന്ന ശുദ്ധ തട്ടിപ്പ് നടത്തുന്ന ആരും ഉണ്ടായിട്ടില്ല. എന്താ കാരണം? കാരണം അത് തന്നെയാണ്. ഈ AK ബാലൻ മുസ്ലിം വിരുദ്ധ പരാമർശം നടത്തുമ്പോൾ ഓച്ചാനിച്ച് നിൽക്കുകയും നേരെ മറിച്ച് അതൊരു BJP-കാരൻ നടത്തുമ്പോൾ വലിയ വിഷയമാക്കി മാറ്റുകയും ചെയ്യുന്നതിൻ്റെ ഒരു സംഗതി ഉണ്ടല്ലോ. അത് തന്നെയാണ് പ്രശ്നം. അടിമകളാണ് വാസ്തവത്തിൽ. അടിമ മനോഭാവം കൊണ്ട് ഭീരുക്കളായി മാറിയിരിക്കുകയാണ് ഇവരൊക്കെ, തികഞ്ഞ അടിമകൾ. അടിമയുടെ ഏറ്റവും വലിയ വീക്ക്നെസ് എന്താണെന്നറിയോ? ഈ ആനിമൽ ഫാം എന്ന് പറയുന്ന പുസ്തകമുണ്ട്, ജോർജ് ഓർവെൽ. അതിൽ ഉത്തമനായിട്ടുള്ള ഒരു അടിമയെ കുറിച്ചൊക്കെ അതിൽ പറയുന്നുണ്ട്. ആരാണ് ഉത്തമനായിട്ടുള്ള ഒരു അടിമ? ഓ അംബ്ര എന്ന് പറയുന്ന ഉത്തമനായിട്ടുള്ള അടിമ ആരാണ്? അതാണ് അടിമയാണെന്ന് പോലും അറിയത്തില്ലാത്ത അടിമ. താൻ അടിമയാണ്, മറ്റാരെങ്കിലും അടിമയാണ് എന്നറിയത്തില്ലാത്ത അടിമ. അടിമത്താണെന്നുള്ളത് അറിയത്തില്ലാത്ത അടിമയാണ് ഉത്തമനായ അടിമ. അവൻ ചെയ്യുന്നതെല്ലാം ശരിയാണ്, അവൻ അടിമയല്ല. ഇപ്പം ആർഷോ ചെയ്യുന്ന മുഴുവൻ ശരിയാണെന്ന് ആർഷോയ്ക്ക് തോന്നുന്നത്, അല്ലെങ്കിൽ അതുപോലെ ഓരോരുത്തരും ജയിക്ക് ചെയ്യുന്ന മുഴുവൻ ശരിയാണെന്ന് ജയിക്കിന് തോന്നുന്നത്. പിണറായി വിജയൻ പറയുന്ന മുഴുവൻ ശരിയാണ്, അതുകൊണ്ട് ഞാനും പറയുന്നത് ശരിയാണ്. ആ ധാരണ വളർന്നു കഴിഞ്ഞാൽ പിന്നെ അവനെ രക്ഷപ്പെടുത്താൻ ആർക്കും പറ്റിയല്ല. അപ്പോൾ സ്റ്റാലിനൊക്കെ ചെയ്തപോലെ തളവറയിലേക്ക് തന്നെ അയക്കേണ്ടി വരും. അതാണ് സ്ഥിതി. ജി സുധാകരനെ എന്താ വിളിച്ചത്? ചെറ്റ. പിന്നെ ബിഷപ്പിന് ഒരു കാലത്ത് നികൃഷ്ട ജീവി എന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു. കുലംകുത്തി, TPA വിളിച്ചു. കുലംകുത്തി, പരനാറി എന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഇതൊക്കെ ചെറ്റാന്ന് പറയുന്നത് അടിത്തട്ടിൽ ജീവിക്കുന്ന ആളുകളെ അധിക്ഷേപിക്കുന്ന പ്രയോഗമാണ്. അതായത് ഇവര് എന്താണ് സാധാരണക്കാരുടെ, തൊഴിലാളികളുടെ പാർട്ടിയാണെന്നൊക്കെ ആണല്ലോ പറയുന്നത്. അതിൻ്റെ സമുന്നതനായിട്ടുള്ള ഒരു നേതാവ് ഒരു വിഭാഗത്തെയാണ് കളിയാക്കിയിരിക്കുന്നത്. ഒരു വിഭാഗത്തെയാണ് ചെറ്റ എന്ന പ്രയോഗത്തിലൂടെ കളിയാക്കിയിരിക്കുന്നത്. അല്ല, പണ്ടൊരു സിനിമകളിലൊക്കെ പ്രയോഗിച്ചിരുന്നൊരു പ്രയോഗം ഉണ്ടായിരുന്നു. അതിപ്പം കംപ്ലീറ്റ് നിർത്തി. ചെറ്റ പൊക്ക എന്ന് പറഞ്ഞാൽ കരിയൻ സ്ത്രീകളുടെ, പാവം പിടിച്ച സ്ത്രീകളുടെ വീട്ടിൽ രാത്രി എന്ന് ഓലപ്പുരയായിരിക്കും. അത് പൊക്കുന്നതിന് ആണ് ചെറ്റ പൊക്ക എന്നുള്ള വ്യഭിചാരത്തിന് തുല്യമായ വാക്കാട്ടി ഉപയോഗിച്ചിരുന്ന. അത് മുഴുവൻ ശ്രീനാരായണ ഗുരു ഉൾപ്പെടെയുള്ളവർ നടത്തിയ, അയ്യങ്കാളി ഉൾപ്പെടെയുള്ളവർ നടത്തിയ പോരാട്ടങ്ങളുടെ ഫലമായിട്ട് അത്തരം വാക്കുകൾ പോലും ഇല്ലാതായി. എന്നിട്ടാണ് ഇവന്മാർ ഇവിടെ ആ വാക്കും കൊണ്ട് വന്നിരിക്കുന്നത്. പിണറായി വിജയൻ വന്നിരിക്കുന്നത്, അധസ്ഥിതരുടെ നേതാവായ പിണറായി വിജയൻ വന്നിരിക്കുന്നത്. അങ്ങനെ പിണറായി വിജയൻ ആരാണ്? ഇവിടുത്തെ അധസ്ഥിതര ഇല്ലാത്തവൻ്റെ നേതാവാണ്. എന്തായാലും കേരളത്തിൻ്റെ സംസ്കാരം എന്ന് പറയുന്നത് സ്നേഹത്തിൻ്റെതാണ്, കരുണയുടേതാണ്, എല്ലാവരെയും ചേർത്ത് പിടിക്കുന്നതിൻ്റെയൊക്കെയാണ്. അതൊരിക്കലും ഫാസിസത്തിൻ്റെ അല്ല, അടിമത്വത്തിൻ്റെ അല്ല എന്ന കാര്യം ബോധ്യപ്പെടുത്തേണ്ട ഒരു തെരഞ്ഞെടുപ്പാണ്, ഒരു സുവർണ തെരഞ്ഞെടുപ്പാണ് ചേർന്നിരിക്കുന്നത്. ജനങ്ങൾ അത് വിനിയോഗിക്കുമോ അതോ അടിമത്വത്തിന് വിധേയമായി മാറുമോ എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം.